TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കം. കൊലയാളി സംഘത്തിലെ 3 പേരെ വിട്ടയക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നത്. സംഭവത്തിൽ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തായി. ശാലിനിയെ ഒപ്പം ആർ രാജീവ് എന്നിവരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, വാർത്തയുടെ ഉള്ളടക്കം ആദ്യം. അനു, നമ്മൾ മനസ്സിലാക്കുന്നത് 3 പ്രതികൾക്കാണ് ഇത്തരത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട 3 പ്രതികളെ പുറത്തിറക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഇളവ് നൽകാനുള്ള, അവരുടെ നിലവിലെ ശിക്ഷാവിധിയിൽ ഇളവ് നൽകാനുള്ള നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണ് CPM-ന്റെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ 3 പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നടപടി നീക്കം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ 3 പ്രതികൾ എന്ന് പറയുന്നത് ഈ കേസിൽ ഏറ്റവും നേതൃത്വം അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള 3 പ്രതികളാണ്. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നീ 3 പേരെയാണ് രക്ഷിക്കാനും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇളവ് നൽകാനുമുള്ള സർക്കാർ നീക്കം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശിക്ഷാ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് നീങ്ങുകയാണ്. കണ്ണൂർ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് ഇത് സംബന്ധിച്ചൊരു കത്ത് അയച്ചിട്ടുള്ളത്. അതായത് ഇവരെ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒരു പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കണം. അതുമായി മുന്നോട്ട് പോകാനാണ് ഈ കത്തിന്റെ ഉള്ളടക്കം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതിനായി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതികളുടെ നിലവിലെ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യം നടത്തിയ മറ്റു പ്രതികൾ, ഒപ്പം കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ടവരുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകൾ ഇതടക്കം പരിശോധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്നടക്കം നിർണായകമായിട്ടുള്ള വിധി വന്ന് ഇവർക്ക് പൂർണ്ണമായും ജീവപര്യന്തം നൽകിയ പ്രതികളാണ്. ആ 3 പ്രതികൾക്കാണ് ഒരു രീതിയിലും ഇളവുകൾ നൽകി ഉള്ള ജീവപര്യന്തമല്ല എന്ന് എടുത്തു പറയുന്ന ഒരു ഹൈക്കോടതി വിധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അത് മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിലെ ജയിലിലെ നല്ല നടപ്പടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്കും നടപടിയിലേക്കും സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഏറെ നിർണായകമായ ഒരു കേസാണ്. മുൻപും സമാനമായ രീതിയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാനും ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ഇളവ് അനുവദിക്കാനും അവരെ ജയിൽ മോചിതരാക്കാനുമുള്ള സർക്കാർ നടപടികൾ സ്വീകരിച്ചിരുന്നു. അന്നൊക്കെ ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും പിന്നീട് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീണ്ടും TPയെ കൊന്നവരെ അല്ലെങ്കിൽ ആ കൊലയാളികളെ സംരക്ഷിക്കാനുള്ള നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ വടകര കണ്ണൂർ മേഖല കേന്ദ്രീകരിച്ച് ബോംബ് രാഷ്ട്രീയം വീണ്ടും ശ്രദ്ധയാകുമ്പോഴും വാർത്തയാകുമ്പോഴുമാണ് ഇത്തരത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് നടന്നൊരു നിർണായകമായിട്ടുള്ള കൊലപാതകത്തിൽ നിർണായകമായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള ഇടത് സർക്കാരിന്റെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അനു, തീർച്ചയായും രാജീവ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, ശാലിനി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരും. സ്വാഭാവികമായും അതിന് മുന്നോടിയായി പരിശോധിക്കേണ്ടത് ഇതിലെ നിയമലംഘനത്തെക്കുറിച്ച് തന്നെയാണ്. പ്രത്യക്ഷത്തിൽ ഹൈക്കോടതി വിധിയെ മറികടന്ന് ഇത്തരത്തിലൊരു നീക്കം തീർച്ചയായും ഹൈക്കോടതി വിധിയെ മറികടന്നിട്ടുള്ള നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു ജയിൽ വകുപ്പിന്റെ മാത്രം കാര്യമായി കാണാൻ കഴിയില്ല. ഇത്തരം ഒരു കത്ത് നൽകിയതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായി ഇടപെടലുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇത്തരം ഒരു ആവശ്യം പോലീസിന് മുന്നിലേക്ക് വെക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ഒരു ദിവസം മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആഭ്യന്തര വകുപ്പ് ഒരു കത്ത് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് നൽകുന്നു. അതിൽ ഈ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഏതായാലും സംസ്ഥാന സർക്കാർ നൽകിയ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്കം കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നടത്തിയിരിക്കുന്നത്. അതായത് TP കേസ് പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ വഴിവിട്ട നീക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. മുൻപും ഇത്തരത്തിലുള്ള നീക്കം നടന്നിട്ടുണ്ട്. ഈ കോടതിയെ ഉൾപ്പെടെ TP കേസ് പ്രതികൾ സമീപിക്കുമ്പോൾ അവർക്ക് അനുകൂലമായ നിലപാടായിരുന്നു എല്ലാ കാലങ്ങളിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വന്നിരുന്നത്. ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു വന്നിരുന്നത്. കടുത്ത നിലപാടുകൾ ഒരു ഘട്ടത്തിലും പ്രോസിക്യൂഷൻ സ്വീകരിക്കാൻ
സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോടതികൾ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ഇത്തരത്തിൽ ജാമ്യത്തിൽ നൽകാനോ അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകാനോ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഈ പ്രതികൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകളാണ് ഈ TP കേസ് പ്രതികൾ. അവരെയാണ് ഇത്തരത്തിൽ ശിക്ഷാ ഇളവിന് പരിഗണിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റു പ്രതികൾക്ക്, അതായത് നിയമാനുസൃതമായി ഇളവ് ലഭിക്കേണ്ട പ്രതികളുടെ കൂട്ടത്തിലേക്ക് അവരെ തിരികെ കയറ്റിക്കൊണ്ടാണ് ഇത്തരമൊരു നീക്കം കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നടത്തിയിരിക്കുന്നത്. പക്ഷേ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യം, നേരത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. പോലീസിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട് അവരെ ഇളവ് നൽകി വിടുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്ന് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ അനുസരിച്ച് തന്നെയാണ്. കാരണം ഈ രീതിയിൽ വരികയാണെങ്കിൽ, അതായത് മറ്റ് പ്രതികൾക്ക് നിയമാനുസൃതം ഇളവ് ലഭിക്കേണ്ട പ്രതികളുടെ കൂട്ടത്തിൽ ഇവർ കൂടി വരികയാണെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അവർക്ക് ഇളവ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ശിക്ഷാ ഇളവ് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റ് നടപടികളിലേക്ക് സർക്കാരിന് കടക്കാൻ കഴിയും. അത്തരത്തിൽ ബോധപൂർവം തന്നെ TP കേസ് പ്രതികളെ കൂടി ശിക്ഷാ ഇളവിന് പരിഗണിക്കാനുള്ള പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഹൈക്കോടതി വിധിയുടെ ലംഘനമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഹൈക്കോടതി ജീവപര്യന്തം ശരിവെച്ച ഒരു പ്രതിക്ക് പരോൾ പോലും അനുവദിക്കുന്നതിന് നിയമ തടസ്സങ്ങളുണ്ട് എന്നിരിക്കെയാണ് ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് വേണ്ടിയുള്ള പട്ടികയിൽ ഇവരുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. TP കേസ് പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സംസ്ഥാന സർക്കാർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ അറിവോടുകൂടിയാണ് കൊലപാതകം നടന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോപണങ്ങൾ വരികയും അത് ശരിവെക്കുന്ന തെളിവുകൾ പുറത്തു വരികയും ചെയ്തതാണ്. അത് വീണ്ടും തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അനു.